ഗണപതിയും മഹാഭാരതവും അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. വ്യാസൻ പ്രപിതാമഹാനായ ബ്രഹ്മാവിനെ ധ്യാനിച്ചു. സന്തുഷ്ടനായ വിരിഞ്ചൻ വ്യാസന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വ്യാസൻ വിനയാനിതനായി പറഞ്ഞു: പിതാമഹ, ഞാൻ ഒരു കാവ്യം രചിച്ചിട്ടുണ്ട്. വേദങ്ങൾ, രഹസ്യങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസ പുരാണങ്ങൾ, ആശ്രമങ്ങളുടെ ലക്ഷണങ്ങൾ, ബ്രഹ്മചര്യം, തപസ്, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, തീർത്ഥങ്ങൾ, പുണ്യപ്രദേശങ്ങൾ, നദി, ശൈലം, വനം, സാഗരം, മറ്റു ശാസ്ത്രങ്ങൾ തുടങ്ങി പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം എൻ്റെ മനസ്സിൽ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നതേയുള്ളൂ. ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതിയെടുക്കാൻ കഴിവുള്ള ഒരാളെ കണ്ടുകിട്ടിയില്ല. ബ്രഹ്മാവ് സന്തുഷ്ടനായി പറഞ്ഞു: ഭവാൻ ശ്രേഷ്ഠനായ മഹർഷിയാണ്. അങ്ങ് വിഭാവനം ചെയ്തിരിക്കുന്ന കാവ്യത്തേക്കാൾ ശ്രേഷ്ഠമായി ഒരു കാവ്യം നിർമ്മിക്കുവാൻ ആരാലും സാധ്യമല്ല. അങ്ങ് വിഘ്നേശ്വരൻ്റെ സഹായം തേടിയാലും. ബ്രഹ്മാവ് വ്യാസനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. വ്യാസൻ ഉടൻ തന്നെ ഗണപതിയെ ധ്യാനിച്ചു. ഗണപതി വ്യാസന്റെ മുൻപിൽ പ്രത്യക്ഷനായി. വ്യാസൻ പറഞ്ഞു: മഹാഭാരതം എന്ന പേരിൽ ഒരു മഹാകാവ്യം എൻ്റെ മനസ്സിൽ തീർത്തു വച്ചിട്ടുണ്ട്. ഞാൻ ചൊല്ലിത്തരാം. ഭവാൻ അത് എഴുതിയെടുത്ത് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വിഘ്നേശ്വരൻ ഒരു വ്യവസ്ഥയോടെ സമ്മതിച്ചു. എൻ്റെ എഴുത്താണിക്ക് വിശ്രമമില്ലാതെ എഴുതത്തക്കവണ്ണം തുടർച്ചയായി ശ്ലോകങ്ങൾ ചൊല്ലിത്തരണം. വ്യാസൻ ഗണപതി ഭഗവാന്റെ വ്യവസ്ഥ അംഗീകരിക്കുകയും ഗണപതി പാലിക്കേണ്ട ഒരു വ്യവസ്ഥ തനിക്കുമുണ്ടെന്ന് പറഞ്ഞു. എന്താണ് താൻ പാലിക്കേണ്ട വ്യവസ്ഥയെന്ന് ഗണപതി ആരാഞ്ഞു. ഞാൻ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം അത് എഴുതിയെടുക്കേണ്ടത്. അർത്ഥം ഗ്രഹിക്കാതെ എഴുതരുത്. ഗണപതി അത് സമ്മതിക്കുകയും 3 വർഷം കൊണ്ട് മഹാഭാരതം മുഴുവൻ എഴുതി പൂർത്തിയാക്കുകയും ചെയ്തു. 1,00,000 ശ്ലോകങ്ങളാണ് വ്യാസൻ ചൊല്ലിയത്. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.